താന്തോന്നി. രചന റോസ് സൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനു. നിർമ്മാണം PNR ക്രിയേഷൻസ്. അതേസമയം മറ്റൊരു വശത്ത് സേവിച്ചനും തന്റെ വാഹനത്തിൽ പുറപ്പെട്ടു. കൂട്ടുകാർ ചുറ്റുമുണ്ടെങ്കിലും അവൻ അസാധാരണമായ നിശബ്ദതയിലാണ്. കൈവിരലുകൾ തമ്മിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകളിൽ അമ്മയുടെ മുഖം മാത്രം. അവന്റെ മനസ്സിൽ ഇന്നലെ രാത്രിയിലെ ചിരികൾ വീണ്ടും മുഴങ്ങി. ചാണ്ടിയുടെ കളിയാക്കലും ജോസൂട്ടിയുടെ ആത്മവിശ്വാസവും. മാറുന്ന ജീവിതമല്ല, നിന്റെ കൂടെ ഒരു കൂട്ടുകാരെ കൂടെ ചേർക്കുകയാണ്. ആ വാക്കുകൾ ഓർത്തപ്പോൾ അവന്റെ അതിരത്തിൽ ഒരു ചെറുപുഞ്ചിരി തെളിഞ്ഞു. ശരിയാണ്, ജീവിതം അവസാനിക്കുന്നില്ല, അത് പുതിയൊരു അധ്യായം തുറക്കുകയാണ്. രജിസ്റ്റർ ഓഫീസ് ഒരു പഴയ സർക്കാർ കെട്ടിടം. മതിലുകളിൽ പെയിന്റ് അല്പം പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. പുറത്തേക്ക് നിൽക്കുന്ന ചില വണ്ടികൾ. ബന്ധുക്കൾ ട്രാവലറുകളിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. അകത്ത് ചെല്ലുമ്പോൾ ഒരു ഔപചാരികമായ അന്തരീക്ഷം. ഫയലുകളുടെ മണം, പഴയ ഫാനിന്റെ ശബ്ദം. ഇഷാനി കാറിൽ നിന്നിറങ്ങിയ നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് തിരിഞ്ഞു. വെളുത്ത കസവ് സാരിയിൽ അവൾ ദേവതയെ പോലെ. മുടിയിൽ മുല്ലപ്പൂവിന്റെ മണം പരന്നു. നെറ്റിയിൽ ചെറിയൊരു ചുവന്ന ബിന്ദി. കഴുത്തിലെ കാശിമാല പ്രകാശിച്ചു. അപ്പനും കൊച്ചുമണി അവരെ സ്വീകരിച്ചു. സേവിച്ചനകത്ത് നിന്ന് നടന്നു വന്നു. ക്രീം ചുബയും സ്വർണ്ണക്കരയുള്ള മുണ്ടും. അവന് നടപ്പിൽ ആത്മവിശ്വാസവും അതേസമയം ഒരു ചെറു വിങ്ങലും. അവന്റെ കണ്ണുകൾ അവളെ തേടി. കണ്ട നിമിഷം തന്നെ അവൻ സ്വയം മറന്നു നിന്നു. അവൾക്ക് തോന്നി ഇതുവരെ ചെയ്തൊരു നീണ്ട യാത്രയായിരുന്നു, ഇപ്പോൾ അതിന്റെ ലക്ഷ്യം കാണുന്നു. ബന്ധുക്കൾ തമ്മിൽ ചർച്ചകൾ, ചിരികൾ. എല്ലാ കണ്ണുകളും അവരിരുവരുമായി ചുരുങ്ങി. ഒപ്പിടേണ്ട രേഖകൾ തയ്യാറാക്കി വെച്ചിരുന്നു. രജിസ്ട്രാർ ടേബിളിന് മുമ്പിലിരുന്ന് ഫയൽ തിരിക്കുന്നു. വധൂവരന്മാർക്ക് അകത്തേക്ക് വരാം. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷാനിയുടെ കാലുകൾ അല്പം വിറച്ചു. സേവിച്ചൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ കൂടെയുണ്ട്. പുഞ്ചിരിയോടെ അവർ അകത്തേക്ക് കടന്നു. അവരൊപ്പിടാൻ മുന്നോട്ട് ചെന്നു. പേന കയ്യിലെടുത്തപ്പോൾ അവളുടെ വിരലുകൾ ചെറുതായി വിറച്ചു. ഒപ്പിടുന്ന ആ ചെറിയ നിമിഷം ജീവിതത്തിന്റെ വലിയൊരു തീരുമാനമായി മാറി. സേവിച്ചൻ തന്നെ ഒപ്പുവെച്ചപ്പോൾ ഒരാഴത്തിലുള്ള ശ്വാസം വിട്ടു. കഴിഞ്ഞ കാലം, നഷ്ടങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം ഒപ്പിലൊതുങ്ങി. ബന്ധുക്കൾ കൈയടിച്ചു. ചിലർ കണ്ണുനീർ തുടച്ചു. അതേസമയം രജിസ്റ്റർ ഓഫീസിന്റെ പുറകുവശത്തേക്ക് മറ്റൊരു കാർ പതുക്കെ എത്തി നിർത്തി. അകത്ത് മേരിയമ്മ ചട്ടയും മുണ്ടും ധരിച്ച വേഷത്തിൽ അവൾ രാജസമായി. കണ്ണുകളിൽ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പ്. അവർ മരിച്ചെന്ന് ലോകം വിശ്വസിച്ചു. എന്നാൽ ജീവിതം ചിലപ്പോൾ കഥകളേക്കാൾ അത്ഭുതകരമാണ്. ക്ലാര അവരുടെ കൈ പിടിച്ചു. അമ്മേ, തയ്യാറാണോ? മേരിയമ്മ ആഴത്തിൽ ശ്വാസം വിട്ടു. ഇന്ന് ഞാൻ എൻ്റെ മകനെ കാണും. കാറിന്റെ വാതിൽ തുറന്ന് അവരിറങ്ങി. അവരുടെ കാലുകൾ പതുക്കെ കെട്ടിടത്തിന്റെ വാതിലേക്ക് നീങ്ങി. ഓരോ ചുവടിലും ഓർമ്മകൾ. അപ്പൊ വിവാഹൗതികമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. രജിസ്റ്റർ പ്രഖ്യാപിച്ചു. ഇനി സാക്ഷികൾ ഒപ്പിടണം. വരന്റെ ഭാഗത്തുനിന്ന് ഒരാളും വധുവിന്റെ ഭാഗത്തുനിന്ന് ഒരാളും. എന്റെ മകന്റെ ഭാഗത്തുനിന്നുള്ള സാക്ഷി ഞാനാണ്. വാതിക്കൽ നിന്നുള്ള ഉറച്ച ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു. സേവിച്ചൻ തിരിഞ്ഞു നോക്കി. അവൻ കണ്ടത് വിശ്വസിക്കാൻ പറ്റാത്തൊരു ദൃശ്യം. വാതിൽക്കൽ ചട്ടയും മുണ്ടും ധരിച്ച് സ്വർണ്ണക്കൊന്ത കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മേരിയമ്മ. ഒരു നിമിഷം അവന്റെ ശ്വാസം നിൽക്കുകയായിരുന്നു. അമ്മച്ചി. അവന്റെ ശബ്ദം വിങ്ങി. എല്ലാവരും തിരിഞ്ഞു നോക്കി. ചിലർ അമ്പരുന്നു, ചിലർ ഞെട്ടി. മേരി കൊച്ചേ. കറിയാച്ചന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. മേരിയമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എന്റെ സേവി. സേവിച്ച മുന്നോട്ട് ഓടി. അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ കണ്ണുനീർ തടയാനായില്ല. അവൻ ഓടിച്ചെന്ന് അമ്മച്ചിയുടെ കൈകളിൽ പിടിച്ചു. ആ നിമിഷം മേരിയമ്മ അവന്റെ കവിളിൽ കൈവച്ചു. ആ നിമിഷം മേരിയമ്മ പിടിച്ചിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് നിലത്ത് വീണു. നിന്റെ ഈ ദിവസം കാണാൻ വേണ്ടി അമ്മച്ചിക്ക് പുതുജീവൻ തന്ന കർത്താവ്, നിന്നെ വിട്ടിട്ട് അങ്ങനെ ഞാൻ പോവാ മോനെ. തന്റെ ബലഹീനതകളെല്ലാം മറന്ന് അവർ മകന്റെ കവിളിൽ പിടിച്ചു. അമ്മ വീഴാതെ പിടിച്ച സേവി ക്ലാര വാക്കിംഗ് സ്റ്റിക്ക് എടുത്തു കൊടുത്തു. ഇനി വേണ്ട ക്ലാരേ, എനിക്ക് ബലമായിട്ട് എന്റെ മോനുണ്ടല്ലോ ഇനി. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ആ നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സമയം നിശ്ചലമായി. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും പകച്ചു നിന്നു. കഴിഞ്ഞ 12 വർഷം ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതിരുന്ന മേരിയമ്മ ഒരു സുപ്രഭാതത്തിൽ എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഇഷാനി ആ ദൃശ്യം കണ്ട് നിൽക്കുകയായിരുന്നു. അവളുടെ ഹൃദയം നിറഞ്ഞു. ഒരമ്മയുടെ അനുഗ്രഹം, അതിലും വലിയ സമ്മാനം എന്ത്? പല ചോദ്യങ്ങളും മനസ്സിലുണ്ടെങ്കിലും അതെല്ലാം അവൻ അടക്കി നിർത്തി. കർത്താവാ നിങ്ങളെ ചേർത്ത് നിർത്തിയത്. സന്തോഷമായി നിങ്ങൾ ജീവിക്കുന്നത് കണ്ണു നിറയെ കാണണം എനിക്ക്. ഇഷാനി അവരെ നോക്കി പുഞ്ചിരിച്ചു. മേരിയമ്മ അവളുടെ തലയിൽ കൈവച്ചു. ഒരു മതവും സ്നേഹത്തിന് അതീതമല്ല. ഇഷാനിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അമ്മച്ചി. അവൾ ആദ്യമായി ആ വിളി ഉച്ചരിച്ചപ്പോൾ മേരിയമ്മയുടെ ഹൃദയം നിറഞ്ഞു. അകലെ നിന്നെല്ലാം നോക്കിയിരുന്ന ഒരാൾ, തങ്കച്ചി. അവരുടെ മുഖത്ത് സന്തോഷമല്ല, ആശയക്കുഴപ്പം. ഭദ്രനെ കാണാനില്ല. ഇഷാനിയുടെയും സേവിയുടെയും വിവാഹം നടന്നിരിക്കുന്നു. തങ്ങൾ കൊന്നളിയ മേരിയമ്മ ജീവനോടെ കൺമുമ്പിൽ. ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നവർ. ആരുടെയും കണ്ണിൽപ്പെടാതെ കാറിൽ കയറി ഓടിച്ചുപോയി തങ്കച്ചി. രജിസ്റ്റർ ബുക്കിൽ സാക്ഷിയായി മേരിയമ്മ ഒപ്പുവെച്ചു. ഇഷാനിയുടെ സാക്ഷിയായി മാമനും. ഓഫീസിന് പുറത്തേക്ക് എല്ലാവരും ഇറങ്ങി. ജോസൂട്ടി കൊണ്ടുവന്ന ബൊക്കയും മാലയും പരസ്പരം കൈമാറി സേവിയും ഇഷാനിയും ഫോട്ടോകൾ എടുത്തു. സേവിച്ചൻ അമ്മയുടെ കൈവിടാതെ പിടിച്ചു. ഒരിക്കലും ഇനി അമ്മച്ചിയെ വിട്ടുകളയില്ലെന്ന ഉറപ്പോടെ.
കൈവിട്ടാൽ അമ്മ ഇനിയും കാണാതാവുമോ എന്ന ഭയത്തോടെ. മോനെ, നിങ്ങളുടേതായ സമയമായിപ്പോ. അമ്മച്ചി ഇവിടെയുണ്ട്, നിന്റെ കൺമുമ്പിൽ തന്നെ. ക്ലാര വാക്കിംഗ് സ്റ്റിക്ക് കൊടുത്തു. അതിൽ പിടിച്ചൽപ്പം മാറിയുന്നു മേരിയമ്മ. ഈ സമയം മേരിയമ്മയെ നോക്കി വിയർപ്പിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു കറിയാച്ച മുതലാളി. ആകാശം തെളിഞ്ഞിരുന്നു. കാറ്റിൽ മുല്ലപ്പൂവിന്റെ മണം. ഒരു കുടുംബം വീണ്ടും പുനർജനിച്ചു. ഇഷാനി മനസ്സിൽ ഗൗരിയെ ഓർത്തു. അവളുടെ ഉറച്ച നിലപാടുകൾ, സംരക്ഷണം എല്ലാം ഈ നിമിഷത്തിലേക്ക് വഴിയൊരുക്കിയതാണെന്ന് അവൾക്ക് തോന്നി. സേവിച്ചൻ അവളുടെ കൈപിടിച്ചു. വരാം പുതിയ ജീവിതത്തിലേക്ക്. അവൾ ചിരിച്ചു. ജീവിതം ചിലപ്പോൾ അപ്രതീക്ഷിത വളവുകൾ നൽകും. നഷ്ടപ്പെട്ടവർ തിരികെ വരും. പകകൾ ചിതറിപ്പോവും. സ്നേഹം മാത്രം നിലനിൽക്കും. ആര്യസ് ട്രോഫീസിന്റെ സാക്ഷ്യത്തിൽ 2 ഹൃദയങ്ങൾ ഒന്നാവുക മാത്രമല്ല, ഒരു കുടുംബം പുനർജനിച്ചു. ഒരമ്മയുടെ അനുഗ്രഹത്തോടെ, ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തോടെ, ഒരു യുവാവിന്റെ സ്നേഹത്തോടെ. അന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ യുവാദിനം മാത്രമല്ലായിരുന്നു, അതൊരു അത്ഭുതത്തിന്റെ ദിനമായിരുന്നു. രജിസ്റ്റർ ഓഫീസിലെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു. ചെറുക്കനും പെണ്ണും വീട്ടിലേക്ക് കയറാം. അമ്മച്ചി, എൻ്റെ പോയി കാറ് വന്നാൽ മതി. ഞാൻ നിന്റെ ഒപ്പമുണ്ട് മോനെ, പക്ഷെ ആ വീട്ടിലേക്ക് ഞാൻ അമ്മച്ചിയില്ല. മേരിയമ്മയുടെ ഉറച്ച വാക്കുകൾ കേട്ട് തകർന്നുപോയി കറിയാച്ച മുതലാളി. അമ്മച്ചി പറഞ്ഞു കേട്ട പകപ്പിലായിരുന്നു സേവിച്ചനും ഇഷാനിയും. എൻ്റെ കല്യാണം കൂടെ അമ്മച്ചി വന്നാണെന്ന് പറഞ്ഞല്ലോ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാൻ നേരത്താ അമ്മച്ചി കയറി വന്നു. കുറേ കാര്യങ്ങൾ ചോദിക്കാൻ അറിയാനുണ്ട് എനിക്ക്. പക്ഷെ അതൊന്നും ഇവിടെ വെച്ചല്ല, എനിക്കെല്ലാം അറിയണം. ഒരു സുപ്രഭാതത്തിൽ അമ്മച്ചി കയറി വന്നാൽ അത് തികച്ച് യാദൃശ്ചികെന്ന് കരുതാൻ മാത്രം വിട്ടിയല്ല സേവിച്ചൻ. എനിക്കറിയാം അപ്പനുള്ള വാശിയാണ് അമ്മച്ചി വീട്ടിൽ കയറില്ലെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ പറയുന്നു, എൻ്റെ വിവാഹത്തിന്റെ ചടങ്ങുകൾ ഇവിടെ തീർന്നിട്ടില്ല. എൻ്റെ ഭാര്യയെ കൈപിടിച്ച് കുരിശ് വരച്ച് അകത്തേക്ക് കയറ്റേണ്ട അമ്മച്ചിയാ. അമ്മച്ചി എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് ഞാൻ മറ്റാരെയും അനുവദിക്കില്ല. ഞാൻ തൽക്കാലം എൻ്റെ ഉള്ളിലെ ചോദ്യങ്ങളും അമ്മച്ചിയുടെ മനസ്സിലെ ഉത്തരങ്ങളും നമുക്ക് മാറ്റിവെക്കാം. അമ്മച്ചി എൻ്റെ കൂടെ വന്നേ മതിയാവും. എൻ്റെ അപ്പൻ്റെ ഭാര്യാപെട്ട അലങ്കരിക്കാനല്ല, എൻ്റെ അമ്മച്ചി എന്ന സ്ഥാനം അലങ്കരിക്കാൻ. കാഞ്ഞിരം മറ്റും തറവാട്ടിൽ അമ്മച്ചി ഉണ്ടാവണം. സേവിയുടെ വാക്കുകൾ വല്ലാതെ കടുത്തുപോയിരുന്നു. അതുപോലെ തന്നെ മുഖവും വലിഞ്ഞു മുറുകിയിരുന്നു. അനുസരിക്കാതെ സേവി പിന്മാറില്ലെന്ന് ഉറപ്പായിരുന്നു മേരിയമ്മയ്ക്ക്. ശരി, നീ പറയുന്നതിനോട് അമ്മച്ചിക്ക് സമ്മതം. പക്ഷെ നിന്റെ വിവാഹത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന തറവാട്ടിലേക്ക് തിരികെ പോകും. നിന്റെ കണ്ണെത്തും ദൂരത്ത് ഞാനുണ്ടാവും. കാഞ്ഞിരമറ്റം തറവാട്ടിൽ അമ്മച്ചി ഒരു രാത്രി അന്തി ഉറങ്ങില്ല. ഭാര്യ ജീവനോടെ ഇരിക്കുമ്പോൾ മറ്റൊരുത്തിയെ തേടിപ്പോയനാ നിന്റെ അപ്പൻ. അങ്ങനെയുള്ള ഒരാളോട് ക്ഷമിക്കാനും മാത്രം വിശാല മനസ്സിന് ഉടമയല്ല ഇപ്പോൾ മേരി. എല്ലാവരോടും ക്ഷമിച്ചും പുറത്തും കഴിഞ്ഞൊരു കാറുണ്ടായിരുന്നു മേരിക്ക്. 12 വർഷങ്ങൾക്ക് മുമ്പ് ആ മേരി മരിച്ചുപോയി. ഇപ്പം നിന്റെ മുമ്പിൽ നിൽക്കുന്നത് മേരിയുടെ പുനർജന്മമാണ്. സ്വന്തം മകന് വേണ്ടി ഒരായുസ് മാറ്റിവെച്ച അമ്മച്ചി. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ മുതലാളിയിലായിരുന്നു. തളർച്ചയോടെ അദ്ദേഹം കാറിലേക്ക് ചാരി. ആ തളർച്ച കാണാൻ ആഗ്രഹിച്ചിരുന്ന പോലെ മേരിയമ്മയുടെ ചുണ്ടിലൊരു പരിഹാസച്ചിരി വിരിഞ്ഞു. അയാൾക്കറിയാമായിരുന്നു താനാണ് എല്ലാത്തിനും കാരണം. തങ്കിച്ച് തന്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ സന്തോഷം എന്തെന്ന് താൻ അറിഞ്ഞിട്ടില്ല. അവളുടെ ചരട് വലിക്ക് നിന്ന് കൊടുക്കുകയായിരുന്നു പലപ്പോഴും. അതായിരുന്നു തന്റെ ബലഹീനത. കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അറിഞ്ഞില്ല. എന്നവന് നമുക്ക് വീട്ടിലേക്ക് പോവാം. സേവിച്ചൻ പറഞ്ഞ പോലെ മേരിയമ്മ മകന്റെ കൂടെ വണ്ടി കയറും. മൂർത്തി സാർ പറഞ്ഞപ്പോൾ സേവി അയാളെ നോക്കി. പെട്ടെന്നാണ് അവന്റെ മനസ്സിലേക്ക് മൂർത്തിയുടെ ഇടക്കുള്ള മുങ്ങലിനെ പറ്റി ഓർമ്മ വന്നത്. താനും ജോസൂട്ടിയും ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടാകുന്ന കരുതിയതാണ്. ഇപ്പോൾ തനിക്ക് മുന്നിൽ വ്യക്തമായൊരു ചിത്രം തെളിയുന്നുണ്ട്. ഇടക്കുള്ള മുങ്ങൽ തന്റെ അമ്മച്ചിയുടെ അടുത്തേക്കായിരുന്നു എന്ന്. അവൻ പതുക്കെ അയാളുടെ അടുത്തേക്ക് നടന്നു. സേവി തന്റെ അടുത്തേക്ക് വരുന്ന കണ്ട് വിളറിയ ചിരിച്ചു അയാൾ. എടോ പന്ന കിളവാ, തനിക്ക് അറിയായിരുന്നല്ലേ എല്ലാം. ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, തന്നെ ഒന്ന് വിശദമായി കാണുന്നുണ്ട് ഞാൻ. മൂർത്തി സാറിന് കേൾക്കാൻ മാത്രമായി അടക്കത്തിൽ പറഞ്ഞ് സേവിച്ചു. നീ എന്നതാ സേവിച്ചായി പറയുന്നേ? എനിക്കൊന്നും അറിയാൻ മേല. ഇന്നലെ രാത്രി മേരി എന്നെ വിളിക്കുന്നു. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിന്റെ അമ്മച്ചിയോട് തന്നെ ചോദിച്ചാൽ പോരെ? തമാശയോടെ അവന് തോളിലും തട്ടിക്കൊണ്ട് പറഞ്ഞു മൂർത്തി. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. വല്ലാതെ കിടന്ന് ഉരുളാതെ എഴുന്നേറ്റ് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ മണ്ണ് പറ്റും. മീശയുടെ അറ്റൊന്ന് പിരിച്ചുകൊണ്ട് പറഞ്ഞവൻ. ബന്ധുക്കളെല്ലാവരും വണ്ടിയിൽ കയറി. അമ്മയും മകനും ഇഷാനിയും കാറിൽ കയറി നോക്കി നിറകണ്ണുകളോട് നിന്നു കറിയാച്ച മുതലാളി. ചേട്ടായി, തെറ്റുപറ്റിയ ചേട്ടായിക്ക. ചേട്ടത്തി തിരിച്ചു വന്നാൽ എല്ലാവർക്കും ആശ്വാസം. എന്നതായാലും ജീവനോടെ ചേട്ടത്തി തിരിച്ചു വന്നല്ലോ. ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ഒരു ചെയ്ത്താണല്ലോ ചേട്ടായി ചെയ്ത്. ഞാനായാലും ഇങ്ങനെയൊക്കെ തന്നെയാവും പ്രതികരിക്കാം. നമുക്ക് വീട്ടിലേക്ക് പോവാം. കൊച്ചുമണി ആങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും കൊച്ചുമണി, ഇത്രയും കാലം മേരി കൊച്ച് ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ. ആ കാലിലൊന്ന് വീണ മാപ്പ് പറയാൻ പോലും മടിയില്ല എനിക്ക്. തെറ്റെൻ്റെതാ. അതിനുള്ള ശിക്ഷയപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? വാ, വന്ന് കാറി കയറി. ആരും വീട് കയറുമ്പോഴേക്കും അങ്ങോട്ട് എത്തണം. ജോസൂട്ടി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. തർക്കിച്ച് നിൽക്കാതെ കൊച്ചുമണിയോടൊപ്പം കാറിനടുത്തേക്ക് നടന്ന് കറിയാച്ച മുതലാളി. തന്റെ മകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചടങ്ങുകളാണ് നടക്കുന്നത്. മാറി നിൽക്കാൻ പാടില്ല. മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു അയാൾ. കല്യാണ വണ്ടികളുടെ പിന്നാലെ അവരുടെ കാറും എത്തി. ഇഷാനിയും സേവിച്ചനും മേരിയമ്മ ഇറങ്ങി. പ്രായമായ ഒരമ്മച്ചി രൂപക്കൂട്ടിൽ നിന്ന് മെഴുകുതിരി കത്തിച്ചെടുത്ത് മേരിയമ്മയുടെ കയ്യിൽ കൊടുത്തു.
മേരി കൊച്ചേ, മരുമകളെ കുരിശ് വരച്ച് അകത്തേക്ക് കയറ്റിക്കോ. ഉപദേശം പോലെ പറഞ്ഞു അവർ. കുരിശ് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചിന്റെ വിശ്വാസം ഏതാണോ അതുപോലെ നിൽക്കട്ടെ. വലതുകാലം വെച്ച് കയറി വാ മോളെ. ഇനിയും നിന്റെ കൂടി വീടാ. കത്തിച്ച മെഴുകുതിരി ഇഷാനിയുടെ കയ്യിലേക്ക് കൊടുത്ത് മേരിയമ്മ ചിരിയോടെ പറഞ്ഞു. ഇഷാനിയും സേവി ഒന്നിച്ചാണ് കയറിയത്. വലതുകാലം വെച്ച് ഇഷാനി അകത്തേക്ക് കയറി. കാഞ്ഞിരമറ്റത്തിൽ തറവാടിന്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഇഷാനി അകത്തേക്ക് കൈപിടിച്ച് കയറ്റിയത് അവർ. അമ്മായിയമ്മ പാൽ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ക്ലാര മേരിയമ്മയെ ഒരു ബോക്സ് ഏൽപ്പിച്ചു. അതിൽ നിന്നും മരുമകൾക്കായി താൻ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളെടുത്ത് മേരിയമ്മ. മാലയും വളയും എല്ലാം ഉണ്ടായിരുന്നതിൽ സന്തോഷത്തോടെ ഇഷാനി അതെല്ലാം അണിയിച്ചു അവർ. അതെല്ലാം കഴിഞ്ഞു. ഇഷാനിയുടെ ബന്ധുക്കളിൽ പലരും സേവിയുടെ വീട് കണ്ടിട്ടില്ല. 2 നില മാളിക വീട് ചിലർക്ക് അത്ഭുതമായപ്പോൾ മറ്റു ചിലർക്ക് അസൂയായിരുന്നു. ഇഷാനിയുടെ ഭാഗ്യമോർത്തിട്ട് വേഷമൊക്കെ മാറാം, പുതിയ സാരി ഉടുക്കണം ആരോ പറഞ്ഞു. ഇഷാനി ഒരിക്കലുള്ള ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു. അകത്തൊരു മുറിയിലേക്ക് അവർ ഇഷാനിയെ കൂട്ടിക്കൊണ്ടുപോയി. ശ്രീകുട്ടിയും ജെന്നിഫറും കൊണ്ട് കൂട്ടത്തിൽ. രാജിയമ്മ കൊണ്ടുവന്ന ആഭരണങ്ങളും അണിഞ്ഞ് സുന്ദരിയായി ഇഷാനിയെ ഒരുക്കിയവർ. സേവിയും ഡ്രസ്സ് മാറിയിരുന്നു. ഗോൾഡൻ നിറത്തിലുള്ള ജുബയും കോടിമുണ്ടുമായിരുന്നു അവന്റെ വേഷം. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാവരും എത്തിയിരുന്നു. ഭക്ഷണം കഴിക്കുന്നവർക്ക് സ്റ്റേജിലിരിക്കുന്നവരെ കാണാൻ പാകത്തിലായിരുന്നു സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്തിരുന്നത്. ഫുഡ് കൗണ്ടറുകളെല്ലാം തന്നെ ഓപ്പൺ ആയിരുന്നു. വാർത്ത നാട് നീളെ അറിഞ്ഞുകൊണ്ട് മേരിയമ്മയെ കാണാനും ആളുകൾ ഒഴുകിയെത്തി. ഫാദർ എത്തിയിരുന്നു. ചെറിയ രീതിയിൽ പ്രാർത്ഥന ചൊല്ലി അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. സ്റ്റേജിൽ വിളക്ക് തെളിയിച്ച് കേക്ക് കട്ട് ചെയ്തു. ക്യാമറ കണ്ണുകളെല്ലാം ഒപ്പിയെടുത്തു. സേവിയുടെയും ഇഷാനിയുടെയും ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ. ഉച്ചക്കൊരുക്കിയിരുന്ന ഗംഭീര സദ്യയായിരുന്നു. വെജിറ്റേറിയൻ സദ്യയും നോൺ വെജിറ്റേറിയൻ ഐറ്റംസും 2 തരം പായസമെല്ലാം ഉണ്ടായിരുന്നു. വൈകിട്ടാണ് പാർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനും ഡ്രസ്സ് മാറുന്നുണ്ട് ഇഷാനി. എല്ലാം സേവിയുടെയും അപ്പൻ്റെയും തീരുമാനപ്രകാരമായിരുന്നു. സദ്യ കഴിക്കാൻ ഇഷാനിയും സേവിയും മേരിയമ്മയും ആരോ കൊണ്ടുവന്നിരുത്തിയ കറിയാച്ചനും ഇരുന്നു. അന്യനെ പോലെ അപ്പനിരിക്കുന്ന കണ്ടപ്പോൾ നെഞ്ചിനകത്ത് ചെറിയ വിങ്ങൽ തോന്നിയെങ്കിലും അപ്പന്റെ കയ്യിലൊന്നും പിടിച്ച് ആശ്വസിപ്പിക്കുക മാത്രം ചെയ്ത് സേവി. ഇഷാനി 4 മണിയോടെ വീണ്ടും ഡ്രസ്സ് മാറി. പാർട്ടി വെയർ ലഹങ്കയായിരുന്നു അവരുടെ വേഷം. അതേ നിറത്തിലുള്ള കൂർത്തയായിരുന്നു സേവിയുടെ. ബന്ധുക്കളെ കൂടെ ആ പാർട്ടി കാഞ്ഞിരമറ്റത്തിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചിരുന്ന പാർട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകളുണ്ടായിരുന്നു പാർട്ടിക്ക്. ബിസിനസ് രംഗത്തുള്ളവർ, തങ്ങളുടെ കമ്പനികളിലെ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഒരാളെ പോലും വിടാതെ ക്ഷണിച്ചിരുന്നു അപ്പനും മകനും. രാത്രിയോടെ ആളും ആരവും ഒക്കെ ഒഴിഞ്ഞു. ബന്ധുക്കളെല്ലാം പോയി തുടങ്ങി. അവസാനം പോവാനിറങ്ങിയത് അമ്മയും ശ്രീകുട്ടിയുമാണ്. ഇഷാനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു രാജിയമ്മ. അതൊരിക്കലും സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് സന്തോഷ കണ്ണീരായിരുന്നു. ഗൗരിയും പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇടയ്ക്ക് ഇഷാനി പത്രനെ കുറിച്ച് അവളോട് ചോദിച്ചെങ്കിലും ഒരു ചിരിയിൽ മറുപടി ഒതുക്കി ഗൗരി. പിറ്റേ ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞ് അമ്മയും ശ്രീകുട്ടി ഇറങ്ങിയപ്പോൾ ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനാ കരയുന്നത്? ഞാനില്ലേ കൂടെ? ആളുടെ കാതിൽ അടക്കം പറഞ്ഞ് സേവിച്ചൻ. അവരുടെ വണ്ടി കണ്ണിൽ നിന്ന് മറയുന്നവരെ ഗേറ്റിൽ തന്നെ നിന്നു അവർ. ഇനിയിപ്പോ ഒന്ന് പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങണം. മക്കളെ, നേരം കളയണ്ട, അകത്തേക്ക് ചെല്ല്, നമുക്ക് ഇറങ്ങാം. ക്ലാരയെ നോക്കി പറഞ്ഞു മേരിയമ്മ. അമ്മച്ചി അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കും അമ്മച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനൊക്കെ വ്യക്തമായ മറുപടി വന്നിട്ട് അമ്മച്ചി പോയാൽ മതി. അതുവരെ കണ്ട രൂപമായിരുന്നില്ല അവന്റെ അപ്പോഴത്തെ. മുണ്ടും മടക്കി കുത്തി അമ്മച്ചിയുടെ മുന്നിൽ നിന്നവൻ. മോനെ, ഈ രാത്രി അമ്മച്ചിക്ക് നിന്നോട് പറയാൻ രഹസ്യങ്ങളൊന്നുമില്ല. ഇന്ന് നിന്റെ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയാ. മോൾക്ക് നിനക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ഏറെ സംസാരിക്കാനുണ്ടാവും. അതിനിടയ്ക്ക് അമ്മച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ ഉറക്കം കളയാനുള്ളതല്ല. തൽക്കാലം മോനിപ്പോൾ ചെല്ലേ. അമ്മച്ചി പറയും നിന്നോടല്ല. അതിപ്പോഴല്ല, കൂടുതലൊന്നും ചോദിക്കരുത്, ഞാൻ പറയില്ല. മോളെ, ഇവനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയിക്കോ. നേരത്തെ കണ്ട സേവിച്ചൻ്റെ അതേ ഭാവമായിരുന്നു മേരിയമ്മക്ക്. അപ്പോൾ അവരുടെ മുഖം ചുവന്നു. ആരോടൊക്കെയുള്ള പകയുടെ ചൂടിൽ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് അവർ കാറിനടുത്തേക്ക് നടന്നു. പിന്നാലെ ക്ലാരയും സ്റ്റീഫനും. മുൻ സീറ്റിൽ മേരിയമ്മച്ചി കയറിയിരുന്നു. പിൻ സീറ്റിൽ ക്ലാരയും. സ്റ്റീഫൻ കാറ് മുന്നോട്ടെടുത്തു. ആ കാറ് പോകുന്നത് നോക്കിയിരുന്നു ഇഷാനിയും സേവിച്ചനും. നീണ്ട 12 വർഷങ്ങൾക്കിപ്പുറം തന്റെ അമ്മച്ചി വന്നതിന് പിന്നിൽ എന്തൊക്കെയോ നീ ഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. വായിച്ചേ, ഇതൊക്കെ ഒന്ന് ഊരിക്കളഞ്ഞിട്ടൊന്ന് കുളിക്കണം, ചൂടെടുത്തിട്ട് പാടില്ല. അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇഷാനി പറഞ്ഞു. ആളുടെ തോളിലൂടെ കൈയിട്ട് സേവി പറഞ്ഞു. അമ്മച്ചിയുടെ വരവ് അത്ര പന്തിയല്ല. 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തം. അതൊക്കെ നമുക്ക് സംസാരിക്കാം, ഇപ്പോഴല്ല, പിന്നീട്. ഏതായാലും അമ്മച്ചി വന്നില്ലേ, സന്തോഷമായില്ലേ ഈശാന്? അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചവൾ. സന്തോഷായെന്നോ? സേവിച്ചന് നീ ഇരട്ടി മധുരല്ലയോ? സേവിച്ചനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഇഷാനി സേവിച്ചന്റെ ജീവിതത്തിലേക്ക് വരുന്നു. അതിലും വലിയൊരു സന്തോഷം മരിച്ചെന്ന് കരുതി അമ്മച്ചി തിരിച്ചു വന്നു. ഇനി എന്താ വേണ്ടത്? അവളെ എടുത്തുയർത്തിക്കൊണ്ട് അകത്തേക്ക് നടന്നവൻ. സേവി അവളെ എടുത്തു വരുന്ന കൊച്ചുമണി അതിശയത്തോടെ നോക്കി മൂക്കത്ത് വിരൽ വെച്ചു. ദേ, അവർക്ക് നോക്കുന്നു ഇച്ചായ, ഞാൻ നടന്നോളാം, പ്ലീസ്. അവന് നെഞ്ചിലെന്ന് അമർത്തിക്കൊണ്ട് പറഞ്ഞവൾ. ഞാൻ എൻ്റെ പെണ്ണിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നതിൽ
നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏലിയാമ്മച്ചി അമ്മായി നിൽക്കുന്നുണ്ട് തെല്ലെന്ന് ഉറക്കെ ചോദിച്ച് സേവി. ഞങ്ങൾക്ക് എന്നാടാ കുഴപ്പം? നിന്റെ നടുവെട്ടാ നോക്കിയാച്ചാ മതി അല്ലേ ഏലിയാമ്മേ? ഏലിയാമ്മയെ നോക്കി ഒറ്റ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞ് കൊച്ചുമണി. സേവിച്ചാ നിന്റെ ഈ സന്തോഷം കാണാനാ ഞങ്ങളെല്ലാവരും കാത്തിരുന്ന്. കണ്ണു തുടച്ചുകൊണ്ട് ഏലിയാമ്മ പറഞ്ഞു. എന്നതാ ഏലിയാമ്മച്ചി, നല്ലൊരു ദിവസമായിട്ട് കരയുന്നു. ഞങ്ങൾ കുടിക്കാനുള്ള പാലെടുത്ത് വെക്ക്, ഒന്ന് കുളിച്ചേച്ചും വരാം പറഞ്ഞുകൊണ്ട് സേവ് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. അപ്പോഴും അവന്റെ കൈകളിൽ കൊച്ചുകുട്ടിയെപ്പോൾ കിടന്നു ഇഷാനി. മുറിയുടെ വാതിക്കലെത്തി സേവി. ആ ലോക്കൊന്ന് താഴ്ത്തിക്കവണ്ണേ അവൻ പതിയെ പറഞ്ഞു. അവൾ ലോക്കിൽ പിടിച്ച് താഴ്ത്തി. വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. ഇഷാനിയുടെയും സേവിയുടെയും കണ്ണുകൾ ഒരുപോലെ വിടർന്നു. മനോഹരമായി അലങ്കരിച്ച മണിയറ. എത്തിയ രണ്ടാളും നിങ്ങൾ വരുമ്പോഴേക്ക് ഇതൊക്കെ തീർത്തിട്ട് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. ജോസൂടിയും ജെന്നിഫറും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടായി തീരെ ക്ഷമയിലെ സേവിച്ചിന്. അതിൽ ചേച്ചി ഇപ്പൊ തന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് വന്ന് നശിപ്പിച്ചു. ഞാൻ എന്തൊക്കെ പ്രതീക്ഷകളോടെ ഇരുന്നതാ. ജെന്നിഫറുടെ മുഖത്ത് ചെറിയൊരു നിരാശ. നിങ്ങളെ എന്നായെങ്കിലും ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം പറയണ്ടേ? മനുഷ്യനാണെങ്കിൽ രാവിലെ തുടങ്ങി അലസില, ഒന്ന് കിടന്നാ മതി എന്നായി. ഇഷാനിയെ താഴെ നിർത്തിക്കൊണ്ട് പറഞ്ഞവൻ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കളഞ്ഞു വിളിച്ചില്ലേ. ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. ചേച്ചി മാറിയിടാനുള്ളൊക്കെ ആ ഷെൽഫിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നവരെ ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോയിക്കോളാം, നീ ഫ്രഷ് ആയിക്കോ പറഞ്ഞുകൊണ്ട് ഷെൽഫിൽ തന്നെ ഡ്രസ്സ് എടുത്തിരുന്ന് സേവി. അപ്പൊ രണ്ടാൾക്കും ഹാപ്പി ഫസ്റ്റ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ജോസൂട്ടി പുറത്തേക്ക് പോയി. അവന് പിന്നാലെ ജെന്നിഫറും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.